ഈ കാരണവർക്ക് കയറി അടുപ്പിലും കയറി ആവാം എന്ന് പറയുന്ന പോലെയാണ് ധോണി സാറിന്റെ കാര്യത്തിൽ BCCIയുടെ ചില നിലപാടുകൾ എടുക്കുന്നത്. പല താരങ്ങളും ഇപ്പോൾ ശ്രീശാന്തൊക്കെ ഹോങ്കോങ്ങിൽ T20 കളിക്കാൻ പോകാൻ പെർമിഷൻ ചോദിച്ചപ്പം NOC നിഷേധിച്ച അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു BCCIയുടെ ഭാഗത്തുനിന്ന്. അപ്പം ധോണി സാറിന് വേണ്ടിയിട്ട് അൺക്യാപ്ഡ് പ്ലെയർ റോള് തിരിച്ചു വെച്ച് ധോണിയെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗമാക്കി നിലനിർത്തി. അതുപോലെ തന്നെ മറ്റൊരു നീക്കം അടുത്തതായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോണി വരാൻ പോകുന്ന T20 സീരീസ് എന്ന് 2025 സൗത്ത് ആഫ്രിക്കൻ T20 ലീഗിൽ കളിക്കാൻ പോവുകയാണ് എന്നാണ് അറിയുന്നത്. 2025 ഏപ്രിലിൽ നടക്കാൻ പോകുന്ന സൗത്ത് ആഫ്രിക്ക T20 സീരീസിൽ നമ്മളുടെ ധോണി സർ കളിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. എത്ര വേഗത്തിൽ എന്താ ഇങ്ങനെ ഒരു മാറ്റത്തിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധോണി അവിടെ പോയി കളിക്കുന്നതുകൊണ്ട് സൗത്ത് ആഫ്രിക്കയുടെ ഫ്രാഞ്ചൈസിക്കും സൗത്ത് ആഫ്രിക്കൻ T20 ലീഗിനും എല്ലാം വളരെ നല്ലതാണ്. ധോണിയെ പോലെ ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു താരം കളിച്ചാൽ മതി, അവിടെ അത്രമാത്രം പോപ്പുലാരിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ വരും. ബിസിനസ് വൈസ് എന്തുകൊണ്ടും വളരെ വലിയ വളർച്ച അവിടെ ഉണ്ടാവും. പക്ഷെ മറ്റു താരങ്ങൾക്ക് നിഷേധിക്കുന്ന നീതി എന്തുകൊണ്ട് പലപ്പോഴും ധോണിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ്. പക്ഷേ ഈ സൗത്ത് ആഫ്രിക്കൻ T20 ലീഗിലേക്ക് ധോണിയെ കൊണ്ടുപോകുക എന്നത് ധോണിയുടെ വ്യക്തിപരമായ ആവശ്യമോ നേട്ടമൊന്നും അല്ല, അത് അവിടുത്തെ ഫ്രാഞ്ചൈസിയുടെ നേട്ടവും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതിന് BCCIയുടെ NOC എപ്പോൾ ലഭിച്ചു എന്ന കാര്യങ്ങളൊന്നും അറിയില്ല. ഏതായാലും ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2025 ഏപ്രിലിൽ നടക്കാൻ പോകുന്ന സൗത്ത് ആഫ്രിക്കൻ T20 സീരീസ് സൗത്ത് ആഫ്രിക്കയിലെ T20 ലീഗിൽ നമ്മുടെ ധോണി കളിക്കും.